പ്രിയപ്പെട്ടവരെ, ബഹുമാനം, ഇവിടെ വിഷയത്തിന് അതീതമായ രീതിയിൽ വളരെ വിപുലമായ വിഷയാവതരണവും அதை പരാമർശിച്ചുകൊണ്ടുള്ള സംസാരവും നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ കാര്യമില്ല. അവ ഈ വിഷയത്തെ വളരെ ഗഹനമായ രീതിയിൽ വിസ്തൃതമായ രീതിയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ അനുമോദിക്കുന്നു. പരിസ്ഥിതിയെ കവിത എന്ന് പറയുമ്പോൾ എന്നറിയില്ല. ഇവിടെ പ്രസംഗത്തിനിടയിൽ എല്ലിനോയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. എല്ലിനോ എന്ന പ്രതിഭാസം ഉണ്ടാകുന്നതിന്റെ കാരണം സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ കാരണം ഭൂമിക്ക് മേലെയുള്ള ഓസോൺ പാളികൾ നശിക്കുന്നതാണ്. അപ്പോൾ അതേക്കുറിച്ച് എഴുതിയ ഒരു കവിത ഞാനിവിടെ അവതരിപ്പിക്കുക. കവിതയ്ക്ക് പേര് കർണയോഗം. കുതിക്കുന്ന മർത്യഗർഭത്തിന്റെ പതിപ്പായി ഞാനും ഒരലസതപ്പായിൽ വെറുതെ ആകാശം നോക്കി കിടക്കവേ മറുതയെ കണ്ട കടക്കേ നടുങ്ങി. ചടുലമായിരം അരൂപവാതക പടലങ്ങൾ രൂപമാർന്നും ചിലവേള തമ്മിൽ നിരന്തരം മത്സരിച്ചും ചേർന്നും അമ്മഹാവായു കവചം തുറക്കുന്നു. ഇടവിടാതുയർന്നുയർന്നു നവ്യമായി കിടച്ചൊരൂർജ ചിറകുകൾ വിടർത്തി അവിടെ ജീവന്റെ പൊക്കിൽ കൊടികളെ ഇവകൾ കിളച്ചെടുക്കുന്നൊരപ്പകൽ. കതിരവൻ പെറും മാരകജ്വാലകൾ മൃദുല പോഷകമാക്കി വിളമ്പുവാൻ അവികലം പ്രാണവായുവിൻ കണങ്ങൾ സവിസ്തരം ചേർത്തു ഒരു തരിപ്പയായി നെയ്തെടുത്തുർവിയിൽ അതിവിശിഷ്ടമായി അതീവ നിഷ്ഠയോടിണക്കിയദ്യമേ ഉണ്മയാർന്ന മേലുടുപ്പിനെ കരണ്ടു ക്ഷമയെ കൊല്ലുമോ ദുഷ്പരുച്ചാടികൾ. പ്രതിശമം തേടി അരങ്ങിലേറുന്നു അതിശയ ചടങ്ങായി ഉച്ചകോടികൾ. ഉച്ഛ്വാസവായുവേ സ്വച്ഛ കണങ്ങളായി മെച്ചമാക്കുന്നറും പച്ച വിധാനങ്ങൾ വെട്ടി നിരത്തിയിട്ടാടോളകൂത്തന്മാർ ചുട്ടരിച്ചിടുന്നു താത്ത സ്വപ്നങ്ങളെ. മന്ത്രബന്ധനം ചെയ്യുകയാൽ എവിടെയോ നിദ്രയിൽ കിടന്ന ചെപ്പുകൾ തുറന്നു രൗദ്രഭാവം കൊണ്ട പൈശാച ശക്തികൾ മൃത്യുവിൻ കൊടും കാടുകൾ തീർക്കയായി. ധ്രുവങ്ങളും തുങ്കഗിരികളും മഞ്ഞിൻ കവചം കുടഞ്ഞെറിയാൻ തുടങ്ങുന്നു. കുഞ്ഞു ദ്വീപുകളെ കടൽ വിഴുങ്ങുമ്പോൾ കൊഞ്ഞനം കുത്തിരിക്കുന്നു വിണ്ടലം. ഋതുക്കളെ ചൂഴ്ന്നു ക്രമത്തിലങ്ങനെ പെയ്ത മേഘനിരയൊന്നിച്ചൊരു നൊടി പൊടുന്നനെ പെരും കുടങ്ങൾ കമഴ്ത്തി കുടികൾ പ്രാണനും കവർന്നിടുന്നിതേ. പ്രിയരെ വരും തലമുറയ്ക്കായി കാക്കാം മയക്കം വെടിഞ്ഞിട്ടോസോൺ കവചത്തെ. പ്രിയരെ വരും തലമുറയ്ക്കായി കാക്കാം മയക്കം വെടിഞ്ഞിട്ടോസോൺ കവചത്തെ. നന്ദി, നമസ്കാരം.